ഹലോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഒരു റംബൂട്ടാൻ, ഒന്നോ രണ്ടോ റംബൂട്ടാനെല്ലാം വീടിൻ്റെ ഫ്രണ്ടിൽ. അത് നമുക്ക് എങ്ങനെ മഴക്കാലത്ത് പരിചരിക്കാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ റംബൂട്ടാനിൽ എല്ലാ വർഷവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ആദ്യമായിട്ട് അതിൻ്റെ ചുവടൊന്ന് മണ്ണ് മാന്തി ഒന്ന് ലെവൽ ചെയ്യുക. സൂക്ഷിക്കുക, മണ്ണ് മാന്തുമ്പോൾ അതിൻ്റെ വേര് പൊട്ടാതെ നോക്കുക. കാരണം റംബൂട്ടാൻ്റെ വേരുകളെല്ലാം മുകളിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ അപ്ലൈ ചെയ്യുക. സാധാരണ ഞാനിതെല്ലാമാണ് ഇടുന്നത്. ഇത് ഞാൻ 3 മാസം കൂടുമ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഞാൻ പ്രൂൺ ചെയ്തിട്ട് പുതിയ ഇലകൾ വന്ന അവസ്ഥയാണ് എൻ്റെ റംബൂട്ടാൻ്റെ. പുതിയ തളിരുകളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് വലുതായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലെല്ലാം റംബൂട്ടാൻ ഉണ്ടാവും. സാധാരണ എല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെനിക്ക് റിസൾട്ടും ഉണ്ട്. അത് നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വെട്ടിയിടുക. അതിൻ്റെ മുകളിൽ നമ്മുടെ പഴയ പച്ചിലകൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതിൻ്റെ ചുറ്റും വിതറിയിട്ട് ഒരു പൊത ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും റംബൂട്ടാനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഇത് പറയുന്നത് നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന 1-2 റംബൂട്ടാൻ ഒക്കെ ഉള്ളവർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് വാണിജ്യാടിസ്ഥാനത്തിലുള്ളൊന്നും ചെയ്യാനുള്ള റംബൂട്ടാൻ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. അതിന് അവർ വേറെ ഫെർട്ടിലൈസറെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കൂ.